ഉഖ്രൂലിൽ സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഭീകരാക്രമണം. കുക്കികൾ നടത്തിയ വെടിവയ്പിൽ FCI ട്രക്ക് ഡ്രൈവർ കൊല്ലപ്പെട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തിന് പിന്നാലെ പ്രദേശത്ത് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഈ മണിപ്പൂരിലുണ്ടായ ഭീകരാക്രമണം എങ്ങനെയാണ് വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ കുറ്റക്കാർക്കായിട്ടുള്ള തിരച്ചിൽ അതെങ്ങനെ പുരോഗമിക്കുന്നു? രാഖി അശ്വതി, ഗുഡ് മോർണിംഗ്. മണിപ്പൂരിൽ സമാധാന ശ്രമങ്ങൾക്കിടെയാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത്യാവശ്യ റേഷൻ സാധനങ്ങളുമായി പോയ വാഹനങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആ വാഹനങ്ങൾക്ക് സുരക്ഷാ അകമ്പടി നൽകിയിരുന്ന മണിപ്പൂർ പോലീസ്, അതേപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നിവർക്ക് നേരെയും ഈ ആക്രമണം ഉണ്ടായി. CRPFൻ്റെ ജവാന്മാർ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഈ ഉഖ്രി മേഖലയിൽ വെച്ചിട്ട് ഈ കുക്കി ഭീകരവാദികൾ പെട്ടെന്ന് ഈ വാഹന വ്യൂഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. FCIയുടെ വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് ഈ തൽക്ഷണം അയാൾ മരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. മാത്രമല്ല മണിപ്പൂർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഈ വെടിവെപ്പിൽ പരിക്കേറ്റു. അപ്രതീക്ഷിതമായി തന്നെ ഈ ഏറ്റുമുട്ടലുണ്ടായതിനാൽ തന്നെ സുരക്ഷാ സേന ആദ്യഘട്ടത്തിൽ ഒന്ന് പതറി. എന്നാൽ പിന്നീട് ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു. കുക്കി വിഭാഗത്തിലുള്ളവരാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. പോലീസും അതേപോലെ തന്നെ സുരക്ഷാ സേനയും കർശനമായി ശക്തമായി തിരിച്ചടിച്ചതോടെ ഇവർ ഈ അക്രമികൾ കാടിനുള്ളിലേക്ക് ഒളിക്കുകയായിരുന്നു. ഏതായാലും സമാധാന ശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മുഖ്യമന്ത്രി ഈ സംഭവത്തെ അപലപിക്കുകയുണ്ടായി. സാധാരണക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി പോയ വാഹനങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് സമാധാന ശ്രമങ്ങൾക്ക് നേരെ, സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണമാണ് എന്നുള്ളതാണ് പ്രധാനമായും മുഖ്യമന്ത്രി അടക്കം ഈ സംഭവത്തെ വിലയിരുത്തിയത്. ഏതായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ കുക്കികൾക്ക് വേണ്ടിയുള്ള, ഈ അക്രമികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ കാടുകൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ മണിപ്പൂർ മേഖല ഏതാണ്ട് സംഘർഷഭരിതമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ ഇത്തരത്തിലൊരു വെടിവെപ്പുണ്ടായതും അതേപോലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും FCIയുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡ്രൈവർ മരിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായത്. ഏതായാലും മണിപ്പൂരിലെ ഈ മേഖലകളിൽ, ഈ അക്രമ സാധ്യത മേഖലയിൽ സമഗ്രമായ തിരച്ചിൽ ഇന്നിപ്പോൾ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ശരി നന്ദൻ. എന്തായാലും മണിപ്പൂരിൽ സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്.